ഹലോ ഗായ്സ്, ദിസ് ഈസ് ആദിത്യദേവ് ഹിയർ. നമ്മളാണെങ്കിൽ ഒരു ട്രിപ്പിന് പോവാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്കിന് ബസ്സിൽ കയറിയായിരുന്നു. പിന്നെ മേഘയും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടോട്ട് വന്ന് നമ്മൾ ഒന്നിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങി. മേഘ ഒരു ചെറിയ ട്രിപ്പിന് വേണ്ടി വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് എനിക്ക് ചിരി കൊണ്ട് വയ്യ. എന്താ നമ്മളിപ്പോൾ കാണിക്കേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല. ഏതൊക്കെയോ യൂട്യൂബ് ഷോർട്സ് കണ്ട് ഇതിൽ നമ്മൾ ഇറങ്ങി തിരിച്ചതാണ് ഗൈസ്. നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ സ്പേസ് ഒക്കെ കിട്ടിയായിരുന്നു ചെന്നപ്പോഴേ. പിന്നെന്താ, അവിടെ ഇരുന്നോണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ കുഞ്ഞി കാലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇതുവരെയായിട്ട് നമ്മൾ എവിടോട്ടാ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. അതാ ഒറ്റ മൈൻഡ് വേഗമായിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഇന്നലെയാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. 2 ദിവസത്തെ ട്രിപ്പാണ് ഗൈസ്. കുറച്ച് പൈസയേ ഉള്ളൂ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കാരണം പൈസ ഇല്ല. നമ്മൾ വർക്കലയിലോട്ടാണ് വന്നത്. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചിരിക്കും. ഒരു കെട്ട് തുണിയും ബാഗും അതാ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് കയറി നമ്മൾ പിന്നെ വർക്കല ആ പർട്ടിക്കുലർ സ്റ്റോപ്പിൽ നമ്മൾ എത്തി. പിന്നെ നമ്മൾ കടയിൽ കയറി വെള്ളമെല്ലാം വാങ്ങി, കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പം ദാഹിക്കുമല്ലോ. ഒന്നാമത് ഭയങ്കര ചൂടല്ലേ. നമ്മൾ ബസ്സൊക്കെ പിടിച്ച് പിന്നെ വർക്കല ബീച്ചിൽ അതാ. ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടന്നാൽ മതിയായിരുന്നു ബീച്ചിലോട്ട്. പിന്നെ നമ്മൾ നടന്ന് ബീച്ചിലൊക്കെ എത്തി. പിന്നെന്താ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. നല്ല ഉച്ച സമയമായിട്ടും അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ ജീൻസ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളത്തിൽ ഇറങ്ങിയില്ല, നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടല്ലേ. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് സൈഡ് വഴി ഒരു സ്റ്റെയർ വഴി കയറി നമ്മൾ ക്ലിഫിലെത്തി. ക്ലിഫ് എന്ന് പറഞ്ഞാൽ നിറയെ കടകളാണ്, ഫുൾ കടകൾ. എനിക്ക് പിന്നെ നൈറ്റ് ആയിരിക്കും അവിടെ ഒന്നുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടം. കുറേ തുണികളുണ്ടായിരുന്നു, ബീച്ച് ഔട്ട്ഫിറ്റ്സ് നല്ല രസമുണ്ടായിരുന്നു, എല്ലാം കാണാം. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിയില്ല ഗൈസ്. നമുക്ക് കടയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു പൊട്ട ബിരിയാണി കഴിച്ചു ഗൈസ്. ഏതോ ഒരു കടയിൽ വർക്കലയിൽ. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. വർക്കല കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇനി ഇവിടെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റേ ആണ്. എന്നിട്ട് നമ്മൾ നാളെ തിരിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് നാളെ തിരുവനന്തപുരത്തും എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് നാളെ വൈകിട്ട് വീട്ടിലോട്ട്. അവിടെ നിന്ന് ട്രെയിനിൽ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ കയറി ട്രിവാൻഡ്രം എത്തി. പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഒരു ഷോപ്പിൽ കയറി ചായയും കഴിക്കാനുള്ളത് നമ്മൾ കഴിച്ചു. ഗൈസ്, ട്രിവാൻഡ്രം വന്നപ്പോൾ പിന്നെ നമുക്ക് തോന്നി ലുലു മാളിൽ കയറാമെന്ന്. അപ്പോൾ നമ്മൾ ലുലു മാളിലോട്ട് പോവാം. ഒറ്റ മൈൻഡ് വേഗം കൊണ്ട് നമ്മൾ ബസ് പിടിച്ച് ലുലു മാളിൽ വന്നു. മോൾ എൻട്രി എന്ന് എഴുതി വെച്ചേക്കുന്നു. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ ടൈമുള്ളതുകൊണ്ട് നമ്മളെല്ലാ കടകളിലും കയറി ഇറങ്ങി. നമ്മൾ ഒന്നും വാങ്ങിച്ചില്ലെന്ന് ആരും കരുതരുത്. നമ്മൾ കുറച്ച് ഷീറ്റ് മാസ്ക് ഒക്കെ മേടിച്ചു. അതാ നമുക്ക് നോക്കാം. നമ്മളിന്ന് വെയിൽ കൊണ്ട് കുറേ ക്ഷീണിച്ചു, അതുകൊണ്ട് ഷീറ്റ് മാസ്ക് ഒക്കെ വാങ്ങിയത്. അവിടെ പിന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പാർട്ടി വെയർ അല്ലാത്ത ഡ്രസ്സസ് ഇഷ്ടം പോലെ എല്ലാം നമ്മൾ കണ്ട്. പിന്നെ നൈറ്റ് നമ്മൾ ബസ്സൊക്കെ പിടിച്ച് നമ്മളുടെ റൂമിൽ വന്നു. നമ്മളാണെ കഴിക്കാൻ അതാ നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ ഫുൾ ഡേ നമ്മൾ തിരുവനന്തപുരത്തുണ്ട്. നാളെ നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രം സംസമിൽ നടന്നു പോയി കഴിച്ചിട്ട് വന്നു. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം പിന്നെ നമ്മൾ രാത്രി 8:30 ആയപ്പോഴത്തേനാണ് ബസ് കയറിയത്. അതുവരെ നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.